എല്ലാവർക്കും എൻ്റെ ചാനലായ കുക്കിംഗ് അറ്റ് മേഫ്രോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓണസദ്യയിലെ പ്രധാന വിഭവമായ പരിപ്പ് പായസമാണ്. ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് പായസത്തിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പായസം ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചെറുപയറ്റിൻ പരിപ്പാണ്. ഇതാണ് ചെറുപയറ്റിൻ പരിപ്പ്. ഒട്ടും കുക്കിംഗ് അറിയാത്ത നമ്മുടെ കുട്ടികൾക്ക് ഏത് പരിപ്പാണ് ഈ പായസത്തിന് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറഞ്ഞത്. 250 ml കപ്പാണ്. 1/2 കിലോ പരിപ്പ് ഇതുപോലെയുള്ള 2 കപ്പ് പരിപ്പ് ഉണ്ടാവും. ഇത് പരിപ്പ് വേവിക്കാനുള്ള വെള്ളമാണ്. നമ്മളിപ്പോ 2 കപ്പ് പരിപ്പാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ 3 ഇരട്ടി വെള്ളം വേണം. 2 കപ്പ് പരിപ്പിന് 6 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് പായസത്തിന് വേണ്ടി ശർക്കരയാണ്. ഞാനിവിടെ 800 ഗ്രാം ശർക്കരയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കിലോ ശർക്കര വരെ പായസത്തിന് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ മധുരത്തിന്റെ പാകം നോക്കി ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 2 തേങ്ങയുടെ പാലാണ് മിക്സിയിലിട്ട് അടിച്ചിട്ടെടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് കോക്കനട്ട് മിൽക്ക് ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ടിന്നിൽ കിട്ടുന്ന കോക്കനട്ട് മിൽക്കോ കോക്കനട്ട് പൗഡറോ ഒക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ ഇതുപോലെ ഫ്രഷ് തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നതാണ് പായസത്തിന് കൂടുതൽ രുചി. പായസത്തിന് വറുത്തിടാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഉണക്കമുന്തിരി, കശുവണ്ടി 2ആയി പിളർന്നത്, തേങ്ങ ചെറുതായിട്ട് കൊത്തിയെടുത്തത്. ഇത് പായസത്തിന് അവസാനം ഇടാനുള്ള പൊടികളാണ് ഏലക്കപ്പൊടി, ചുക്കുപൊടി, ജീരകപ്പൊടി. ഇനി ഒരു ഉരുളി ചൂടാക്കാൻ വെക്കാം. ഉരുളി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ പരിപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വറുക്കണം. പരിപ്പ് ഒരു മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കണം. പരിപ്പ് കൂടുതൽ ബ്രൗൺ ഒന്നും ആകേണ്ട. ഒന്ന് കളർ മാറി നമ്മൾ പരിപ്പെടുത്ത് വായിലിട്ട് കടിക്കുമ്പോൾ പൊട്ടുന്ന പാകം വരെ വറുത്തെടുക്കണം. ഇപ്പോൾ പരിപ്പ് ചെറുതായിട്ട് കളറെല്ലാം മാറി ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഈ പരിപ്പൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ പരിപ്പ് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. പരിപ്പ് നന്നായിട്ട് കഴുകി അതിന്റെ വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. പരിപ്പ് വേവിക്കാനുള്ള 6 കപ്പ് വെള്ളം ഞാനിവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പരിപ്പ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് പരിപ്പൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പരിപ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. ഈ കട്ടയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരുന്നവരെ നമുക്കിത് സ്റ്റൗവിൽ വെക്കണം. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ശർക്കര നന്നായിട്ട് അലിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. ഇനി നമുക്ക് പരിപ്പ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ പരിപ്പ് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവിൽ തുറന്നു വെച്ച് അതിന് വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം.
ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവിൽ വെച്ച് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒരു അരിപ്പയിലൂടെ അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും പരിപ്പ് നന്നായിട്ട് വെന്തിട്ട് മാത്രമേ നമ്മൾ ശർക്കര ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ശർക്കര ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിപ്പ് കുക്കായി കിട്ടൂല. പായസം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ശർക്കര നീര് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നമ്മൾ പരിപ്പ് വെന്ത് നന്നായിട്ട് ഉടഞ്ഞിട്ട് മാത്രമേ ശർക്കര ചേർക്കാൻ പാടുള്ളൂ. ശർക്കര ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പരിപ്പ് വെന്ത് കിട്ടില്ല. പരിപ്പ് ശർക്കര നീരിൽ കിടന്ന് നന്നായിട്ട് കുറുകി വരണം. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പരിപ്പ് ശർക്കര നീരിൽ കിടന്ന് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നെയ്യ് ഒഴിച്ചതിന് ശേഷം പരിപ്പും ശർക്കരയൊക്കെ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. രണ്ടാം പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് പായസം ഒന്ന് കുറുകി വരണം. രണ്ടാം പാൽ ചേർത്തതിന് ശേഷം ഇപ്പൊ പായസം ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ജീരകപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പൊടികൾ ചേർത്തതിന് ശേഷം വീണ്ടും 2-3 മിനിറ്റ് പായസം നന്നായിട്ട് തിളപ്പിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞ് പായസം തിളക്കാനൊന്നും അനുവദിക്കരുത്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് നെയ്യ് ചൂടാക്കാം. ചൂടായ പാനിലേക്ക് ആദ്യം നമുക്ക് കശുവണ്ടി ഇട്ട് വറുക്കാം. കശുവണ്ടി ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. അവസാനം തേങ്ങാക്കൊത്തും ചേർത്ത് നന്നായിട്ട് തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങാക്കൊത്തും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി മുന്തിരിയും തേങ്ങാക്കൊത്തും പായസത്തിന്റെ മുകളിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ കൊതിയൂറും പരിപ്പ് പായസം റെഡിയായി കഴിഞ്ഞാൽ ഈ ഓണത്തിനിത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. റെഡിയാക്കി വെച്ചിരിക്കുന്ന പായസം നമുക്കൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അതിന്റെ പുറത്ത് കശുവണ്ടി മുന്തിരിയൊക്കെ ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.